മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യൻ ആസക്തികളാൽ ബന്ധിതനായി പാപത്തെ ആസ്വദിക്കുന്നു. പാപാസ്വാദനങ്ങളിൽ നിശ്ചിത സമയം കഴിച്ചു കൂട്ടിക്കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കും, ഞാനിതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്ന്. സത്യത്തിൽ പുറത്തു വരാൻ മനസ്സില്ല. ആസ്വാദനങ്ങളിൽ തുടരാൻ തന്നെയാണ് മനസ്സ്. പക്ഷേ സാഹചര്യം കൊണ്ടോ മറ്റ് സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രഷർ കൊണ്ടോ ഒക്കെ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കും. അപ്പോഴും മനസ്സ് ആ പാപങ്ങളിൽ രമിച്ചും അത് ആസ്വദിക്കാനുള്ള മോഹത്തിൽ നിറഞ്ഞും ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഏറ്റവും ആദ്യം കിട്ടുന്ന അവസരത്തിൽ ആ പാപം വീണ്ടും ആ മനുഷ്യൻ ആസ്വദിക്കുന്നു. സത്യത്തിൽ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കാതെ, അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാതെ, അതിനുള്ള ഇച്ഛാശക്തിയോ ദൃഢനിശ്ചയമോ കാണിക്കാതെ, കേവലം അതിൽ നിന്ന് മോചനം പ്രാപിപ്പാനുള്ള ഉപാധിയായി ഉപവാസത്തെയോ ധ്യാനത്തെയോ ഒക്കെ കാണുന്ന മനുഷ്യൻ്റെ ചിന്താഗതി അത് ഇപ്രകാരമാണ്: ദൈവം എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ബാഹ്യശക്തിയുടെ ഇടപെടൽ മൂലം ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരണം. എൻ്റേതായ ഒരു തീരുമാനമോ സമർപ്പണമോ ഒന്നും ഇതിനകത്ത് ഇല്ല, ഉണ്ടാകാനും തരമില്ല. അങ്ങനെ വന്നാൽ ഒരാൾക്കും പാപത്തിൽ നിന്ന് പുറത്തു വരാനോ മാനസാന്തരപ്പെടാനോ അനുഗ്രഹിക്കപ്പെടാനോ സാധിക്കില്ല. ഇന്ന് ഒരുപാട് പേരുടെ കുറ്റം ഇവിടെയാണ്. അവർ സ്വയം അത് ആസ്വദിപ്പാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങൾ അവർ ചെയ്യുന്നു. മനസ്സിനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല. യേശുബാറാസിറയുടെ പുസ്തകം, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്, വിശുദ്ധ സുറിയാനിൽ തർജ്ജമയാണ്. യേശുബാറാസിറയുടെ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം: ഒരുവൻ പാപങ്ങളിൽ നിന്ന് ഉപവാസമനുഷ്ഠിക്കുന്നു, വീണ്ടും അത് തന്നെ ചെയ്യുന്നു. അവൻ്റെ പ്രാർത്ഥന ആര് കേൾക്കും? അവൻ ഉപവസിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അത് വളരെ വ്യക്തമായ ശക്തമായ ചോദ്യമാണ്. ഇങ്ങനെ ഒരു കാപട്യ മനസ്സോടെ ദൃഢനിശ്ചയമോ തീരുമാനമോ സമർപ്പണമോ ഇല്ലാതെ എടുക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും ആര് കേൾക്കും എന്ന് ദൈവം ചോദിക്കുമ്പോൾ ദൈവം കേൾക്കില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയുള്ള ആളുകൾ ഈ മനോഭാവം വെച്ചുകൊണ്ട് ഉപവസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് കൂടെ ദൈവം ചോദിക്കുമ്പോൾ, സ്വാഭാവികമായും പലരുടെയും ധ്യാനങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആത്മാർത്ഥതയില്ലാത്തതും തീരുമാനമില്ലാത്തതും സമർപ്പണമില്ലാത്തതും അതുകൊണ്ട് തന്നെ പ്രയോജനമില്ലാത്തതുമായി തീരുമല്ലോ. നമ്മുടെ ധ്യാനങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമൊക്കെ ഏത് വിധത്തിലുള്ളതാണ് എന്ന് വിലയിരുത്തുവാൻ കൂടെ ഈ ചെറിയ ധ്യാനം നമുക്ക് സഹായകമാകണം. ഈ വാക്കുകൾ നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.